ുള്ളൊരു ചിന്ത സ്വാഭാവികമാണ്. നല്ല നമുക്കേറെ ഇഷ്ടപ്പെടുകയും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ഒരു വയല് കേൾക്കണമെന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറഞ്ഞ ആളുകളുടെ വയലുകളുണ്ട്. കുറെ നീട്ടി കുറെ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കുന്ന വയലല്ല, മറിച്ച് കാര്യമായ വിഷയങ്ങൾ അവതരിപ്പിച്ച് മനസ്സിന്റെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും നിസ്കാരത്തെയും ഖുർആനിനെയും റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഒക്കെ നമുക്ക് നന്നായി മനസ്സിലാക്കി തരുന്നൊരു വയല്. നമ്മളെ യാത്രകളിൽ നമ്മൾ കേൾക്കും. നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു വയലിങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങനെ ഉറക്കിലേക്ക് പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കേൾക്കും. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കാത്ത എന്തെങ്കിലും ഒരു നല്ല അവതരണമോ വിഷയമോ പഠിക്കാനുണ്ടെങ്കിൽ അത് വേറൊരാളിൽ പഠിക്കണമെങ്കിൽ അങ്ങനെ ആരെടുക്കൽ നിന്നാണ് നമ്മൾ പഠിക്കുക എന്ന് നോക്കി അങ്ങനെ കേൾക്കുന്ന വയലുകൾ ഉണ്ടാകും. അങ്ങനെ കേൾക്കുന്ന കുറെ വയലുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വയലാണ് ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദിന്റെ വയല്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഡോക്ടർ ഫാറൂഖ് നഈമി ഉസ്താദിന്റെ വയല്, അതൊക്കെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചും മുത്തു റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുമുള്ള ചിന്തകൾ ഉണ്ടാക്കി തരുന്ന വയലുകളാണ്. അക്കൂട്ടത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വയലാണ് ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ വയല്. ഈ നാട്ടിൽ 4 വർഷത്തോളം ഉസ്താദിന്റെ ഒരു പ്രഭാഷണ പരമ്പര നടന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ ഈ നാട്ടുകാർ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ആ ഖുർആനിന്റെ യാസീൻ, അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച്, സൂറത്തുൽ മുൽക്കിനെ കുറിച്ച്, സൂറത്തുൽ കൗസറിനെ കുറിച്ച് 4 വർഷങ്ങളിൽ ഉസ്താദ് ഗഹനമായ പഠനങ്ങൾ ഈ നാട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ മാഷാ അല്ലാഹ്, അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇനി അങ്ങനെ ഒരു വയല് വെക്കാൻ ഉസ്താദ് നമ്മുടെ കൂടെയില്ല. പക്ഷേ ഉസ്താദ് പറഞ്ഞു വെച്ച ഒരുപാട് വയലുകളും ഒരുപാട് പ്രഭാഷണങ്ങളും യൂട്യൂബിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് കേൾക്കേണ്ടതെല്ലാം കേൾക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് പ്രധാനമായും പറഞ്ഞിരുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ഏത് സദസ്സിലും നിസ്കാരത്തെ കുറിച്ച് പറയാതെ ഉസ്താദിന്റെ പ്രഭാഷണം നിർത്താറില്ല. നിസ്കാരം വളരെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നമ്മളോട് പ്രത്യേകമായി അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ ഏറ്റവും വലിയ ഇബാദത്ത് അത് അള്ളാഹുവിന് വേണ്ടിയുള്ള 5 വക്ത് നിസ്കാരമാണ്. അത് കൃത്യമായി നിർവഹിക്കണം. അങ്ങനെ ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ദിക്റും സ്വലാത്തും മാത്രം ചൊല്ലിക്കൂടിയാൽ മതിയോ? അത് മുത്തു റസൂലുള്ളാഹിന്റെ മാതൃകയാണോ? അത് ഔലിയാക്കളുടെ മാതൃകയാണോ? അമ്പിയാക്കളുടെ മാതൃകയാണോ? സ്വാലിഹീങ്ങളുടെ മാതൃകയാണോ? അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഖുർആൻ മാത്രം ഓതി ജീവിക്കുക, നിസ്കരിച്ച് മാത്രം ജീവിക്കുക, ദിക്ർ ചൊല്ലി മാത്രം ജീവിക്കുക, അങ്ങനെ മുത്തു റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, നിസ്കരിക്കണം. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് സ്വാന്തന ഭവനം. പാവപ്പെട്ടവർക്ക് ആശ്രയമാകണ്ടേ, അവരെ സഹായിക്കണ്ടേ, അവർക്ക് ആരെങ്കിലും രോഗികളാകുമ്പോ ആ രോഗികൾക്ക് സ്വാന്തനവുമായി ചെല്ലണ്ടേ, അവര് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണ്ടേ, അവർക്ക് എന്താണോ കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ സേവന പ്രവർത്തനങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത എല്ലാവർക്കും നിർവഹിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ അതിന് തയ്യാറായ ഒരു സംഘം അഥവാ സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം യുവാക്കൾ ആ മഹാപ്രവർത്തനവുമായി മുന്നോട്ട് വരുമ്പോൾ നമ്മളതിനെ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത്. നമുക്കതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. മരിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ നാട്ടിൽ ഏറ്റവും നല്ല സ്വാന്തന ഭവനം ഉണ്ടാക്കി, അതിനുവേണ്ടി ഞാൻ സ്വതക്ക കൊടുത്തിട്ടുണ്ട്, അതിനുവേണ്ടി ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം. ഒരു 10 ലക്ഷം രൂപ നമുക്ക് വേണം. ഉമ്മമാരും സഹോദരിമാരും എല്ലാവരും സഹായിക്കണം.